രാധിക നായർ, ഒറ്റ ചോദ്യം ആദ്യം. എന്താണ് കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? നിങ്ങളുടെ മുന്നനുഭവങ്ങളെല്ലാം തിരിച്ചടികളുടേതാണ്, അതുകൊണ്ട് എന്താണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്? 2, കേജ്രിവാളിനെ മോദിക്ക് ഇത്ര കണ്ട് പേടിയാണോ? നമസ്കാരം. നമ്മൾ ക്ഷമ പറഞ്ഞതുമാതിരി കോടതികളുടെ മുന്നിലും ഒരു പാറ്റേൺ എസ്റ്റാബ്ലിഷ് ആകുന്നുണ്ട്. നമ്മളുടെ ജുഡീഷ്യറിക്കും മനസ്സിലാകാത്ത കാര്യങ്ങളല്ലിത്. ഈ ഒരു ഡിസ്പെൻസേഷൻ അല്ലെ റെജീം അല്ലെങ്കിൽ സർക്കാർ എന്ന് പറയുന്ന ഒരു കറന്റ് ഡേ ഒരു ഓർക്കസ്ട്രേഷൻ എന്ന് നമ്മൾക്ക് പറയാം. ഒരു ഷേക്സ്പീരിയൻ ഡ്രാമ പോലെ നടപ്പിലാവുന്ന കുറേ കാര്യങ്ങൾ. ഇവർക്ക് ഇലക്ഷൻ കാലത്ത് ഇവരുടെ മുന്നിൽ വന്നിരിക്കുന്ന ചാലഞ്ചസ് അല്ലെങ്കിൽ ഇവരെ ഒരു തെറ്റായ രീതിയിൽ രൂപീകരിക്കുന്ന കുറെ സത്യങ്ങൾ പുറത്തു വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇലക്ടറൽ ബോൺസിനെ നേരിടാൻ എന്നേക്കുമായിട്ട് അവർക്ക് ഭരണം അല്ലെങ്കിൽ പവർ നേടിയെടുക്കാൻ വേണ്ടി അവർ ഇന്നേ വരെ ഇന്ത്യയിൽ നടപ്പിലാകാത്ത കുറെ കാര്യങ്ങളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനെ മറികടന്ന് റൂൾസിനെ മറികടന്ന് ഒരു കേസ് ഉണ്ടായാൽ പ്രൈമാ ഫെസായി എവിഡൻസ് വേണമെന്ന് ഉള്ള ഒരു ഒരു രീതിയുണ്ട്. പിന്നെ ഇതിൽ ക്ഷമ പറഞ്ഞതുപോലെ തന്നെ അപ്രൂവേഴ്സ് എന്ന് പറയുന്ന 2 ആൾക്കാർ, വിറ്റ്നസസ് ആയിരുന്ന അപ്രൂവേഴ്സ് ആയിരുന്ന 2 ആൾക്കാർ അവർക്ക് BJP ലോക്സഭ ടിക്കറ്റ് നൽകിയിരിക്കുകയാണ്. സോ ദർ ആർ നോ ഫ്രീ ലഞ്ചസ്. അവർ നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾക്ക് ഇൻ റിട്ടേൺ ഫോർ ഇറ്റ് ഈ അപ്രൂവേഴ്സിന് BJP പാരിതോഷികം കൊടുത്തിട്ടുണ്ട്. സോ ഇതൊന്നും നമുക്ക് അറിയാതല്ല. കോടതിയുടെ മുന്നിൽ നിങ്ങൾക്കും അറിയാം, ഡൽഹി ലിക്കർ പോളിസിയുടെ കേസിൽ വന്നപ്പോൾ മനീഷ് സിസോദിയയുടെ ബെയിൽ ആപ്ലിക്കേഷൻ വന്നപ്പോഴും ജസ്റ്റിസ് ഖന്ന പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇത് ട്രയലിൽ പോയി കഴിഞ്ഞാൽ 2 മിനിറ്റിൽ ദിസ് കേസ് വിൽ ഫോൾ ഫ്ലാറ്റ്. സോ ഞങ്ങൾ കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കേസിന്റെ ED തന്നെ നിരത്തുന്ന സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ മണി ട്രെയിൽ, പ്രൂഫ്, എവിഡൻസ്. ഏത് കേസായാലും ഇതിൽ പ്രൂഫ് വേണമല്ലോ, എവിഡൻസ് വേണമല്ലോ, മണി ട്രെയിൽ വേണമല്ലോ, ഡിസ്പ്രപ്പോർഷനേറ്റ് ആസറ്റ്സ് വേണമല്ലോ. ഇതൊക്കെ ഉണ്ടോ അവരുടെ കയ്യില്? കുറെ ആൾക്കാരുടെ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് രാധിക. സിസോദിയ എന്തുകൊണ്ട് കഴിഞ്ഞ 2023 ഫെബ്രുവരി മുതൽ അകത്ത് കിടക്കുന്നു എന്ന്? അത് ഭരണകക്ഷിയോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. ദേ ആർ ഇൻ പവർ. അല്ലല്ല, സുപ്രീം കോടതി വരെ എത്തിയിരുന്നു സിസോദിയ. ഹി ഡസ് നോട്ട് കം ഔട്ട്. സോ അത് ഞാൻ ന്യായാധീശന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ ജേർണലിസ്റ്റും ചോദിക്കേണ്ട ഒരു കാര്യമാണ്. ദ എസ്റ്റീംഡ് ജുഡീഷ്യറി ഷുഡ് ഹാവ് ബീൻ, അഥവാ അവർക്ക് ബെയിൽ കൊടുക്കാതിരിക്കാൻ ന്യായമായ കാര്യം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എവിഡൻസ് അല്ലെ പ്രൂഫിന്റെ ബേസിസിൽ അവർ കേസിനെ ട്രയലിലേക്ക് കൊണ്ടുപോകാത്തത്? ആ ചോദ്യം ഉണ്ട് നമുക്ക്. അപ്പം ജുഡീഷ്യറിക്ക് കാര്യമായ ചിലപ്പം ഒരു കാരണം കാണും. ബെയിൽ കൊടുക്കുന്നില്ല, പക്ഷെ ഇത് ട്രയലിലേക്ക് പോയി കൺവിക്ഷനും ആകുന്നില്ലല്ലോ. കൺവിക്ഷൻ എന്തുകൊണ്ടാകുന്നില്ല? എവിഡൻസ് ഉണ്ടെങ്കിൽ കൺവിക്ഷനും ആകണ്ടേ? നേരിട്ടുള്ള ചോദ്യത്തിന് മറ്റതിഥികളിലേക്ക് പോവുകയാണ്. ഇന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇത്രയും നാടകീയമായ നീക്കങ്ങളൊക്കെ നടക്കുന്നു, അതിന്റെ സൂത്രധാരൻ ആരാണ് എന്ന് അങ്ങേക്കറിയാം? ആ സൂത്രധാരൻ അപ്രീതി ഉണ്ടാക്കുന്ന തരത്തിലുള്ള നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു നീതി ഇന്ന് നിങ്ങൾക്ക് കിട്ടുമെന്ന് കരുതുന്നുണ്ടോ? രാധിക, എന്നോടാണ് ചോദ്യം ചോദിച്ചത്. We will always expect justice. It's the last and the last hope of democracy is in the courts really. അപ്പം ന്യായം പ്രതീക്ഷിക്കുന്നുണ്ട്. Let's hope that we get the justice that is rightfully ours. പിന്നെ താങ്കൾ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം, ഈ അറസ്റ്റിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേജ്രിവാളിനെ, ആരാണ് കേജ്രിവാൾ? ഒരു ജനസമൂഹം 10 കൊല്ലം മുൻപ് അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ആവശ്യങ്ങളും
സമർപ്പിച്ച ഒരു വ്യക്തിയാണ്. ആ ആവശ്യങ്ങളെ ഒക്കെ പൂർത്തിയാക്കിയിട്ട് രണ്ടാമത് ജനപ്രീതി നേടിയ ഒരു വ്യക്തിയാണ്, മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ. വാക്കുകളുടെ മായാജാലം മാത്രം നിരത്തുന്ന ഒരു പോളിറ്റീഷ്യൻ അല്ല. ഹി ഈസ് എ തിങ്കർ, ഹി ഈസ് എ പോളിസി ഡിസൈനർ. ആൾക്കാരുടെ ദൈനംദിന ആവശ്യങ്ങളെ പൂർത്തിയാക്കുന്ന പോളിസി ഡെലിവറി ചെയ്ത ഒരു പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് നൽകിയ ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തിയെ വാക്കുകളുടെ മായാജാലം മാത്രം കൊണ്ട് അറിയുന്ന, മൻ കി ബാത്ത് കൊണ്ട് മാത്രം അറിയുന്ന ഒരു വ്യക്തിക്ക് ഡെഫിനറ്റ്ലി പേടിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ രാധിക, താങ്കൾ ഈ പറയുന്ന അടിസ്ഥാന മാനദണ്ഡം 2 തവണ ജനവിധി അനുകൂലമായതാണ് കെജ്രിവാളിനെങ്കിൽ അങ്ങ് ആരെയാണോ പരിഹസിക്കുന്നത്, വിമർശിക്കുന്നത്, അദ്ദേഹത്തിനും അത് ബാധകമാണ്. അദ്ദേഹവും 2 തവണ ഇതേപോലെ തന്നെ ജനങ്ങൾ അംഗീകരിച്ച ഒരു ഭരണാധികാരിയാണ്. അതിനുള്ള മറുപടി ആണ്. പക്ഷേ ഈ പ്രാവശ്യം ഈ 2024 അദ്ദേഹത്തിന് പേടി സ്വപ്നമായിട്ട് മാറിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് കേജ്രിവാൾ. ബിക്കോസ് വേറൊരു കാര്യം, 38% വോട്ട് ഷെയർ നേടിയെടുത്ത മോദിജി ജനപ്രീതി നേടി ഭരണത്തിലേക്ക് വന്നു. പക്ഷെ ഇപ്പം ഓപ്പോസിഷൻ യൂണിറ്റി, അവരാരും സങ്കല്പിക്കാത്ത ഒരു ഓപ്പോസിഷൻ യൂണിറ്റി വന്നിട്ടുണ്ട്. BJP കാൻഡിഡേറ്റ്സിനെതിരെ ഒരു യുണൈറ്റഡ് ഓപ്പോസിഷൻ കാൻഡിഡേറ്റ് നിൽക്കുമ്പോൾ അവർക്ക് ആ ഒരു ജനപ്രീതി അല്ലെങ്കിൽ ഭരിക്കാനുള്ള ഒരു അവസരം കിട്ടുമോ എന്ന് തന്നെ അവർക്ക് ഇപ്പോൾ അവർക്ക് അതിൽ സംശയമുണ്ട്, പേടിയുണ്ട്. ദിസ് ഇസ് ഡെഫിനറ്റ്ലി ഫിയർ. അരവിന്ദ് കെജ്രിവാൾ ക്യാമ്പയിൻ ചെയ്യാൻ ഇറങ്ങരുതെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. അതെന്തുകൊണ്ടാണ്? പേടിയുള്ളത് കൊണ്ടാണ്. സ്വന്തം എന്താ പറയുന്നത്, ബോഡി ഓഫ് വർക്കിൽ മോദിജിക്ക് ഇത്ര അധികം കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എല്ലാവരും ക്യാമ്പയിൻ ചെയ്യട്ടെ. എല്ലാവരും അടച്ചുപൂട്ടിയിടേണ്ട ആവശ്യം എന്താണ്? എല്ലാവരും ക്യാമ്പയിൻ ചെയ്ത് എല്ലാവരും അവരുടെ വാക്കുകൾ ആൾക്കാരുടെ മുന്നിൽ വെക്കട്ടെ. ബിക്കോസ് വേറൊരു കാര്യം BJP മനസ്സിലാക്കേണ്ടത്, അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഡൽഹിയിലെയും പഞ്ചാബിലെയും ഇന്ത്യയിലുള്ള വേറെ ആൾക്കാരുടെയും ചിന്താശേഷിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല അവര്. അരവിന്ദ് കെജ്രിവാളിനെ ഉള്ളിലാക്കിയാലും ജനസമൂഹം പുറത്തുണ്ട്, ചിന്താശേഷിയുള്ള ജനസമൂഹം പുറത്തുണ്ട്. അവർക്കൊക്കെ മനസ്സിലാകും ഇതിന്റെ ടൈമിംഗ് എന്താണെന്ന്. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം.